Hi guys, welcome back to my channel. അങ്ങനെ മാർക്കോ കണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ്, ദ വയലൻസ് മൂവി ഫ്രം ദ മലയാളം ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. സത്യമായിട്ടും പടം കട്ട വയലൻസ് ആണ്. ഞാൻ കട്ടയ്ക്ക് പടം എൻജോയ് ചെയ്തു. ഒരു രക്ഷയില്ല. അതും ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും ഇങ്ങനത്തെ ഒരു സിനിമ ഇറ്റ്സ് റിയലി വെരി ഇമ്പോസിബിൾ, ബട്ട് വി ഡിഡ് ഇറ്റ്. അതിനകത്ത് മെയിൻ അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊണ്ടുപോവേണ്ടത് ഉണ്ണിമൂന്ന് തന്നെയാണ്. ഈ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്തതിന് റിയലി ഒരു രക്ഷയില്ല. അന്യായ സീൻ തന്നെയായിരുന്നു. പടം ഡയറക്റ്റഡ് ബൈ ഹനീഫ് അദേനി. അയ്യോ, പുള്ളിക്കാരനെ പറ്റി പറയണമെങ്കിൽ രാമചന്ദ്രൻ ബോസ് ആൻഡ് ഗോ തൊട്ട് പറയണം. അയ്യോ, അതൊരു പടമായിരുന്നു. എന്താണ് കാണിക്കണത്, എന്താണ് സ്ക്രിപ്റ്റ്, സ്റ്റോറി എല്ലാം വീക്കായിരുന്നു. പക്ഷെ ഇത് സ്റ്റോറി വൺ സ്ട്രോങ് സ്റ്റോറി ആയിരുന്നു. ക്യാരക്ടേഴ്സ് ബിൽഡപ്പ് ഒക്കെ അടിപൊളി സാധനമായിരുന്നു. ഫ്രെയിം ബൈ ഫ്രെയിം ഒരു രക്ഷയില്ല. അന്യായ സാധനമായിരുന്നു. പക്ഷേ ഇത് പിന്നെ ദ ഗ്രേറ്റ് ഫാദർ ഒക്കെ ഉണ്ട്. പുള്ളിക്കാരൻ അതൊക്കെ ഫസ്റ്റ് എടുത്ത ഡയറക്ടർ സിനിമയാണ്. അതൊക്കെ നൈസ് പടമാണ്. പിന്നെ ഇതിലേക്ക് വരണമെങ്കിൽ റിട്ടേൺ ബൈ സെയിം ഹനീഫ് തന്നെയാണ്. ക്യാരക്ടേഴ്സ് ഉണ്ണി, സിദ്ദിഖൊക്കെ എക്സ്ട്രീമിൽ പോകും. ഒരു ഇതുവരെ ചെയ്യാത്ത ഒരു ആക്ഷനിലൊക്കെ സിദ്ദിഖും കയറി പോയിട്ടുണ്ട്. ആൻഡ് എടുത്ത് പറയണം, ജഗദീഷ്, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അങ്ങനെ ഇൻട്രോ, ഈ ക്ലാസ് ഇൻട്രോ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻട്രോ ക്യാരക്ടർ വൈസ് എൻ്റെ അമ്മച്ചി തിയേറ്റർ അത്ര ഇളകി, അത്ര ഹൈപ്പായിരുന്നു അങ്ങേര്. കാരണം പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ക്യാരക്ടർ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ എന്നെ കൊണ്ട് അവർ ജയിപ്പിച്ച് ചില്ലറയൊന്നും അല്ല എന്ന് പറയുന്നതിൻ്റെ കാര്യമുണ്ട്. ചില്ലറയൊന്നും അല്ല ജയിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അന്യായ സാധനമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളിയായിരുന്നു ജഗദീഷ് ചേട്ടൻ, സൂപ്പറായിരുന്നു. ഡയലോഗ് ഡെലിവറി എസ്പെഷ്യലി പുള്ളിക്കാരെ കണ്ണൊക്കെ ലെൻസ് വെച്ചിട്ടുണ്ട്, പക്ഷെ കണ്ണൊക്കെ പോകുന്ന അന്യായ സാധനമാണ്. അടിപൊളി സാധനം. ബീർ ദുഹാൻ സിംഗ്, അത് പുള്ളിക്കാരനെ നിങ്ങൾ പേര് പറഞ്ഞാൽ അറിയാൻ പറ്റുന്ന ചാൻസ് കുറേ സിനിമകളിലുണ്ട്. എസ്പെഷ്യലി ഹിന്ദിയിലൊക്കെ വില്ലനായിട്ട് സ്ഥിരം വരുന്നതിന്, തമിഴിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വില്ലനായിട്ട് സ്ഥിരം വരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ അവസാനം വന്നിട്ട് കുറേ സീനുണ്ട്. എൻ്റെ മോനെ, അത് മലയാളം ഇൻഡസ്ട്രി എന്നല്ല, വേൾഡിലൊരു സിനിമ ഇൻഡസ്ട്രി പോലും ചെയ്യാത്ത ഒരു സംഭവം തന്നെയാണ് ഈ ഒരു കൊച്ചി കേരളത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്ന സാധനം. ഒരു രക്ഷയില്ല. അത് സീരിയസ് പറഞ്ഞാൽ അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് 18+ സിനിമ തന്നെയാണിത്. കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം, ഇതിൽ കൊണ്ടുപോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. അഡൾട്ട് ഒൺലി ഫിലിം തന്നെയാണ്. അത് അത്രയ്ക്കും ഡെപ്ത് സീനുണ്ട്. അതായത് ഇടിയും മാത്രമല്ല, അല്ലാതെ കുറച്ച് സീൻസൊക്കെ ഭയങ്കര ഗോറാണ്, അന്യായ ഗോറാണ്. പക്ഷേ ആ ഒരു 30 കോടി ബഡ്ജറ്റിൽ ഒന്നാലോചന, 30 കോടി ബഡ്ജറ്റിലാണ് സിനിമ എടുത്ത് വച്ചിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് പ്രൗഡ് എന്ന് പറയാൻ പറ്റും. 30 കോടി രൂപ ബഡ്ജറ്റിൽ ഇത്രയ്ക്കും ഇത്രയ്ക്കും ആക്ഷൻ പാക്ഡ് സാധനം. ഒന്നും കൂടെ എടുത്ത് പറയണം, ഉണ്ണിമൂന്നൻ്റെ ബോഡി ഡെവലപ്പ് അടിപൊളി, ഒരു രക്ഷയില്ല. അത് നിസ്സാര കാര്യമില്ല. ഒരു ബോഡി ഡെവലപ്പ് എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. അത് ജിമ്മിൽ പോകുന്നവൻ്റെ അതിൻ്റെ വേദനയും അതിൻ്റെ കഷ്ടപ്പാടും എല്ലാം അറിയാൻ പറ്റും. അല്ലാതെ ചുമ്മാ ബോഡി കണ്ടുമ്പോൾ ആ ബോഡി കണ്ടോ എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിക്കുമ്പോണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കേണ്ട പാട് ചില്ലറ അല്ല. അത്ര മെനക്കെട്ടിട്ടുണ്ട് ഉണ്ണിമൂന്നതിനകത്ത്. അത് നമുക്ക് അറിയാൻ പറ്റും. പടം കാണാൻ ജിമ്മിൽ പോകുന്നവർക്ക് എസ്പെഷ്യലി അത് മനസ്സിലാവും എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അത് കൊണ്ടെടുത്ത് കാണിച്ചു തന്നെന്നുള്ള. അന്യായ ബോഡി, ഒരു രക്ഷയില്ല സാധനം വരുന്നു. പിന്നെ മ്യൂസിക് രവി ബസ്ഡൂർ. യെസ്, ഒബ്വിയസ്ലി നമുക്ക് KGF ആണെന്ന് പറഞ്ഞാൽ അറിയാവും. അങ്ങനെ BGM സ്കോർ അടിപൊളി സാധനം വരുന്നത്. എനിക്ക് BGM ഒരുപാട് ഇഷ്ടപ്പെട്ട്. പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റത്തെ ഒരു പാട്ടുണ്ട്, പിന്നെ അവസാനത്തെ ഒരു പാട്ട്. എനിക്ക് അവസാനത്തെ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് പടം തീരുമ്പോൾ ഒരു സോങ് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. രവി ബസൂർ ജസ്റ്റ് റോക്ക്ഡ്. പിന്നെ ഇതിൻ്റെ മെയിൻ നെടുംതൂൺ എന്ന് പറയുന്നത് ആക്ഷൻ കൊറിയോഗ്രാഫറാണ് കലി കിങ്സൺ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളത് ബ്രഹ്മയുഗത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തലവൻ,
ഇനിയിപ്പോൾ അപ്കമിങ് മമ്മൂട്ടിയുടെ അടുത്ത പ്രോജക്റ്റിലൊക്കെ പുള്ളിക്കാരി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത്രയൊരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു പടം ഒരു രക്ഷയില്ല എന്നാട്ടോ. സീരിയസ്ലി അത് എടുത്തെടുത്ത് ഞാൻ പറയണം. പിന്നെ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷനാണ്. ഇതിലൊരു ഒരു 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 നെഗറ്റീവ് ഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സീൻസൊക്കെ ആ ബ്ലഡ് തെറിക്കുന്നതൊക്കെ VFX ആണെന്ന് അറിയാം. പക്ഷെ അത് കുറച്ചൊക്കെ ഒന്ന് ചിവറിലൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ അത് ഇച്ചിരി കൂടെ ഒരു റിയാലിറ്റി തോന്നാമായിരുന്നു എന്നെനിക്ക് തോന്നി. അത് വായിച്ച് ബാക്കിയെല്ലാം അടിപൊളി, മരണ സാധനം. സോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററിൽ തന്നെ കാണണം. എൻ്റെ അമ്മോ, അതൊരു കോലാഹലമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇളകി മറിഞ്ഞ് തിയേറ്റർ. വെരി നൈസ്. നമ്മൾ ഈ പടം വേറെ പടം വെച്ചൊന്ന് കമ്പയർ ചെയ്യാൻ, കില്ലെന്ന് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കില്ലൊരു ജോണർ ഓഫ് ആക്ഷനാണ്. ഇതിലത്തെ ആക്ഷനെക്കാട്ടിലും മോർ ഓവർ ഗോർ സീനാണ്. അത്രയ്ക്കും ഉണ്ട്. ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം എന്നുള്ളത്. ഉണ്ണിമുതൻ ഡിഡ് വെൽ. പോളി ഉണ്ണിമുതൻ, ജഗതി ചേട്ടനൊക്കെ എൻ്റെ അമ്മോ തങ്കോ അടിപൊളി. അതിൽ വേറൊരു സംഭവം എടുത്ത് പറയാം. അതായത് ഇന്റർവെൽ ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, ആ പുഷ്പ അണ്ണൻ തക്കതല കാണിക്കൂലേ, അത് ഇത് കാണിച്ച് വച്ചക്കണ കാണണം. ഇത് കണ്ട് പഠിക്കാൻ പറയണം. സത്യം പറയട്ടാ, ഒരു അത്രയ്ക്കും വന്നു. ഇതിൽ ഒരു സീനുണ്ട്, അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജുൻ്റെ കൈയും കാലും കെട്ടിയിട്ടിട്ടാണ് ഇത് കൈയും കാലും വെച്ചിട്ട് കത്തി വെച്ചിട്ട് ആ ലോജിക് ഫൈറ്റാണ്. അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഉണ്ണിമുന്തേ സെറ്റാണ്. ഇതൊക്കെ കാണുമ്പോൾ 30 കോടിക്കടേ, അത് 300 കോടി, 30 കോടി. എത്ര കുറവ് ചാൻസ് എടുത്ത് വച്ചേക്കുന്നത് കണ്ട് പഠിക്കണം. ആക്ച്വലി എൻ്റെ അമ്മ, ചിലരൊക്കെ പാട്ടിനൊക്കെയാണ് 30 കോടി 40 കോടി പൊട്ടിച്ചതാണ്. ഒരു പടത്തിന് 30 കോടിക്ക് എടുത്ത് വച്ചേക്കണം നോക്കുകയാണെങ്കിൽ ഈ പടം തനി തങ്കമെന്ന് ഞാൻ പറയും. അത്ര പാക്ഡ് ആക്ഷൻ സാധനമാണ്. ഞാൻ ഇപ്പോഴും പറയും, പിള്ളേർ ഈ പടം മാക്സിമം കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. അഡൾട്ട് ഉള്ളി ഫിലിം തന്നെയാണ്. സോ ഗോ വാച്ച് ഫിലിം ഇൻ തിയേറ്റേഴ്സ് ആൻഡ് പ്ലീസ് ടു കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നാലോചിക്കുക. സൈൻ അപ്പ് ഫ്രം ആൻകി. എല്ലാം ആവട്ടെ. ബൈ.